ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിക്കൊണ്ട് സ്റ്റേജ് കാരിയേജ് സർവീസ് നിയമവിരുദ്ധമായി നടത്തുന്ന റോബിൻ ബസ്സിനെതിരെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞതിൻ്റെ താഴെ ധാരാളം കമൻറ്റുകൾ ഈ റോബിൻ ബസ് അരിക്കൊമ്പൻ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലെ റോബിൻ ബസ് ഫാൻസിൻ്റെയും അല്ലാത്തവരുടെയുമായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും വിവിധങ്ങളായ ആവശ്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ KSRTC നല്ലൊരു വെള്ളത്തുണി എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല, പിന്നെ നിങ്ങൾ എന്നാണ് യാത്രക്കാരുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, നിങ്ങളുടെ പാട്ട ബസ്സിൽ എങ്ങനെ യാത്ര ചെയ്യും, അന്തർ സംസ്ഥാന ബസ് സർവീസ് സ്റ്റേജ് കാരിയേജ് KSRTCയുടെ കുത്തകയല്ലേ, എന്തേ ആവശ്യത്തിന് ബസ് ഓടിക്കാത്തത്, എല്ലാവരും പൊട്ടന്മാരായി കാണരുത്, KSRTC പല പേരിൽ ബസ് ഇറക്കുന്നത് തന്നെ ചാർജ് കൂടുതൽ വാങ്ങിക്കാനല്ലേ, KSRTCയെ നിലനിർത്താനല്ലാതെ യാത്രക്കാരെ നിലനിർത്താൻ എന്തെങ്കിലും ചെയ്യൂ, KSRTCയും കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് തകർന്നത്, വയനാട് ജില്ല ദേശസാൽക്കരിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു, തിരുവനന്തപുരം സിറ്റി സർവീസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു പെർമിറ്റ്, ഇപ്പോൾ ഒരു പെർമിറ്റ് എങ്ങനെയാണ്, സ്റ്റേജ് കാരിയേജിൽ പെർമിറ്റ് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ. ഇപ്പം അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KSRTCയുടെ ദേശസാൽകൃത റൂട്ടുകളിൽ, KSRTCക്ക് അവകാശപ്പെട്ടിരുന്ന കുത്തക റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പെർമിറ്റ് കൊടുക്കണം. ഇവിടെ എങ്ങനെയാണ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ്, അതായത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളുടെ യാത്രാ സൗകര്യങ്ങൾക്കായി നൽകിയിട്ടുള്ള ഈ ഏകീകൃത പെർമിറ്റ്, ടാക്സ് വേണ്ടാതെ ഏകീകൃതമായി ഇന്ത്യ മുഴുവൻ ഓടുവാനുള്ള പെർമിറ്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്റ്റേജ് കാരിയേജിൽ തൃശ്ശൂർ, എറണാകുളം, കൊല്ലം അമൃത ഹോസ്പിറ്റൽ എന്നിവയായിട്ട് ഓടുന്ന ശരണ്യ റോബിൻ ബസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമലംഘനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയണ്ടേ? ഇപ്പം നമ്മൾ മദ്യപിക്കുന്ന ആളുകൾ, നമുക്ക് നല്ല മദ്യം വേണം, ബിവറേജിലുള്ള മദ്യത്തിന് വില കൂടുതലാണ്, അത് മേടിച്ചാലും ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല, എന്നാൽ പിന്നെ വീട്ടിൽ ഞാൻ മാറ്റിയിട്ട് വരുന്ന ആളുകൾക്ക് നല്ല മദ്യം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണോ? ഇനി വേണ്ട, നിങ്ങൾ ബിവറേജിൽ നിന്ന് മേടിച്ച് വെച്ചിട്ട് കുടിക്കാൻ ബാറിൽ സൗകര്യം കൊള്ളാൻ, അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഒരു ചായപ്പലിൽ നല്ല സൗകര്യം ഉണ്ടാക്കി ആൾക്കാർക്ക് മദ്യപിക്കാൻ കൊടുക്കുന്നു, നല്ല പോലെ ഇരുന്ന ആളുകൾ കുടിക്കട്ടെ എന്ന് പറഞ്ഞാലോ? അത് നിയമവിരുദ്ധമാണോ? അപ്പം ഇവിടെ ഇനി വേണ്ട, ബാറിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്നു ഗവൺമെൻറ്, ബാറിൽ മദ്യം വയ്ക്കാൻ, ആ ബാറുകാരൻ പറയാണ് ഞാൻ ബിവറേജ് ഔട്ട്ലെറ്റ് പോലെ പാഴ്സൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമാണോ? ഇനി വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ലക്ഷറി കാർ ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ നിങ്ങളുടെ വീടിന് അയൽപക്കത്ത് കിടക്കുന്ന ടാക്സി സ്റ്റാൻഡിൽ എല്ലാം സാധാ വണ്ടികളാണ്, എന്നാൽ വില കൂടിയ എൻ്റെ പ്രൈവറ്റ് വണ്ടിയായിട്ടുള്ള ഈ പ്രൈവറ്റ് വണ്ടിയായാലും ലക്ഷറി കാർ ഞാൻ ടാക്സി ആയിട്ട് ഓടിക്കാൻ തീരുമാനിക്കുന്നു, യാത്രക്കാർ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നിങ്ങൾ പ്രൈവറ്റ് ഉപയോഗത്തിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വാഹനം ടാക്സി ആയിട്ട് ഓടിക്കുവാൻ പാടില്ല. ടാക്സി ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ടാക്സി പെർമിറ്റ് വെക്കണം, അതിന് മഞ്ഞ ബോർഡ് വെക്കണം, അതിന് ടാക്സ് സർക്കാരിൽ അടയ്ക്കണം, നിങ്ങൾ ആ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള അതിനുള്ള പ്രത്യേക ഇൻഷുറൻസ് എടുക്കണം, ടാക്സിയുടെ സീറ്റിനനുസരിച്ചുള്ള ടാക്സ് അടയ്ക്കണം, ഇതെല്ലാം ചെയ്യണം. ഇവിടെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിനായി ടാക്സ് അടച്ചിട്ട് കോൺട്രാക്ട് സ്റ്റേജ് കാരിയേജ് ആയിട്ട് ഓടുവാൻ സാധ്യമല്ല. അത് എങ്ങനെയൊക്കെ സൗകര്യത്തിലാണെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ കാര്യം നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇവിടെ മന്ത്രിയുടെ ബന്ധുവിന്റെ വാഹനമായ ശരണ്യ ഈ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും അമൃത ഹോസ്പിറ്റലിൽ എറണാകുളം സർവീസ് നടത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ റോബിനെ തൊടുവാൻ മോട്ടോർ വാഹന വകുപ്പ് മടിക്കുന്നത്, ഗവൺമെന്റ് ഈ നിയമവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. അതിന് എന്നെ എന്തോരം വന്ന് തെറി വിളിച്ചാലും എനിക്ക് പറയാനുള്ളത് പറയും. KSRTC മോശമാണെങ്കിൽ പ്രൈവറ്റ് പെർമിറ്റ് കൊടുക്കണമെന്ന്. ഇപ്പൊ തൃശ്ശൂർ, എറണാകുളം എത്രയോ വാഹനങ്ങൾ പ്രൈവറ്റ് വണ്ടി ഓടുന്നുണ്ട്. ഈ നമ്മുടെ തൃശ്ശൂർ, എറണാകുളം വരുന്നത് നമ്മുടെ മറ്റേ റൂട്ട് വഴി, ഈ നേരെയുള്ള ഹൈവേ വഴി അല്ലാതെ പഴയ NH-17 വഴി കയറി ഇറങ്ങിയുള്ള സർവീസ് വഴി ഇവിടെ കടന്നു വരുന്നുണ്ട്, പറവൂർ വഴിയൊക്കെ കയറി വരുന്നുണ്ട്. ആ വാഹനങ്ങൾക്ക് എന്താ കുഴപ്പമില്ലാത്ത, അപ്പം അവരെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ നാളെ മുതൽ ഇപ്പുറത്തുകൂടി യാത്രക്കാർക്ക് ഇത്തിരി സൗകര്യമാട്ടെ എന്ന് പറഞ്ഞ് ഓടാൻ പറ്റുമോ? അപ്പം ഈ രാജ്യത്തൊരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരികയും പരസ്യമായി ഈ ചെയ്യാൻ പാടില്ലാത്ത ഈ പ്രക്രിയ ചെയ്തുകൊണ്ട് സർവീസ് നടത്തുകയും ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധതയാണെന്ന് പറയുവാനുള്ള ഒരു പൗരന്റെ അവകാശത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഈ KSRTC ഇത്തരം റൂട്ടുകളിൽ നിന്നൊക്കെ മാറുകയും വണ്ടി എടുക്കാതിരിക്കുകയും ചെയ്തത് ഇത്തരക്കാരെ സഹായിക്കാനായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. ഈ മന്ത്രി തന്നെ അധികാരത്തിലേറിയിട്ട് സാധാ ബസ്സുകൾ മേടിച്ച് സർവീസ് നടത്തുവാൻ തയ്യാറാവാതെ മറ്റു ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് KSRTCയുടെ ബസ്സുകൾ പുതിയതായിട്ട് തുടർന്ന് മേടിക്കാൻ അനുവദിക്കാതെ
ഈ പറയുന്ന ചില ചെറിയ വാഹനങ്ങളും ചില നീളം കുറഞ്ഞ വാഹനങ്ങളും ഒക്കെ മേടിച്ച് AC ആണെന്നും പ്രീമിയം ആണെന്നും പറഞ്ഞ് ഇട്ടതല്ലാതെ കൃത്യമായി KSRTC-യുടെ ഈ ദേശസാൽകൃത റൂട്ടുകളെ പരിപാലിക്കുവാനുള്ള യാതൊരു സാഹചര്യവും ഒരുക്കിയില്ല. അത് സ്വകാര്യ ബസ്സിനെ സഹായിക്കാൻ തന്നെയാണ്. മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞ സ്വകാര്യ ബസ്സുമായി മത്സരിക്കണമെന്നാ. മത്സരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു താല്പര്യവുമില്ല. വെറുതെ എന്തിനാ ഈ പാട്ടവണ്ടിയായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെയല്ലേ എഴുതിയ പാട്ടവണ്ടിന്ന്. ഇതിനെ സ്ലാക്ക് അഡ്ജസ്റ്റർ പോലും റീകണ്ടീഷൻ ചെയ്തിരുന്ന ഒരു വണ്ടിയുമായിട്ട് സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കരുത് എന്നാണ് ഞാനും ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റോബിൻ ബസ് നിയമവിരുദ്ധത കാണിക്കുന്നു, ശരണ്യ ബസ് നിയമവിരുദ്ധത കാണിക്കുന്നു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായിട്ട് സ്റ്റേജ് കാരേജ് ഓടുവാൻ പാടില്ല. ഇത് ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉളവാക്കും. ഇപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കൂടിയ കാശ് കൊടുത്താലും സൗകര്യത്തിന് പോകാമെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിൽ നിന്ന് 5,900 രൂപ വരെ ഈ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, എറണാകുളത്തേക്ക് മേടിച്ച വാഹനങ്ങളുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ. എങ്ങനെ നിയന്ത്രിക്കും? അപ്പൊ ഇത്തരത്തിൽ മുഴുവൻ KSRTC മുഴുവൻ പൊക്കോട്ടെ, ഞങ്ങൾക്ക് മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ കമന്റ് എഴുതുന്നവർക്ക് പറയാം. പക്ഷെ അത് നിയമം ഉണ്ടാക്കിയിട്ട് അത് ചെയ്തോട്ടെ. നിയമവിരുദ്ധതയാണെങ്കിൽ അതിനെതിരായി പറയും, അതിനെതിരായി പ്രവർത്തിക്കും, പരാതി നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഇത് നിയമവിരുദ്ധതയാണ്, മന്ത്രി ബന്ധു നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ റോബിന്റെ വണ്ടിയെ തൊടുവാൻ ഈ മോട്ടോർ വാഹന വകുപ്പ് പേടിക്കുന്നത്. ആ നിയമവിരുദ്ധതയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. നന്ദി. Thank you.